പിഴിച്ചിൽ, കിഴി തുടങ്ങിയ സ്വേദക്രിയകൾ ചെയ്യുമ്പോൾ ശരീരം വിയർത്ത് അകത്തെ മാലിന്യങ്ങൾ പുറത്തു പോകുകയും ശരീരം ഔഷധസേവയ്ക്ക് പ്രാപ്തമാകുകയും ചെയ്യുന്നു. തുടർന്ന് രോഗിയുടെ രോഗത്തിനനുസരിച്ചും രോഗമില്ലാത്തയാൾക്ക് പുനർനവീകരണത്തിനു വേണ്ടിയും ഉദ്ദേശിച്ചുള്ള മരുന്നുകൾ സേവിപ്പിച്ചതിനു ശേഷമാണ് പഞ്ചകർമ്മം ചെയ്യുന്നത്. വമനം പോലെയല്ല വിരേചനത്തിൻ്റെ സാധ്യത. അതായത് വയറിളക്കുന്നതിന് നമുക്ക് വളരെ വളരെ കുറഞ്ഞ അളവിൽ കുറച്ചും കൂടി തീക്ഷ്ണമായിട്ട് പല രീതികൾ അവലംബിക്കാൻ പറ്റും. അതായത് ഗ്രന്ഥകാരൻ അതിനെ 4 തരത്തിൽ പറയുന്നുണ്ട്. ശാരംഗധരൻ 4 തരത്തിലായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ഛേദനം എന്നുണ്ട്, അതായത് മുറുകിക്കിടക്കുന്ന മലത്തിനെ മുറിച്ച് പുറത്തേക്ക് കളയേണ്ടത്. ഭേദനം എന്ന് പറയുന്നുണ്ട്, ആനുലോമനം എന്ന് പറയുന്നുണ്ട്, സ്രംസനം, അങ്ങനെ 4 തരത്തിലായിട്ട് അതിനെപ്പറ്റി പറയുന്നു. അതായത് വളരെ കുറച്ച് പോകേണ്ട സന്ദർഭങ്ങളിൽ ചിലപ്പോൾ മലം വളരെ കെട്ടിക്കിടക്കും, ഇനി അതിനെ കുതിർത്തി തല്ലിപ്പൊട്ടിച്ച് പുറത്തേക്ക് കളയേണ്ടതുണ്ട്. അല്ല, ചിലതിനങ്ങനെയല്ല, ശരിക്കും പുറത്തേക്ക് വെറുതെ തള്ളിയാൽ മതി. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും പല പ്രത്യേക ഓരോന്നിനും ഒറ്റൊറ്റ മരുന്നുകൾ തന്നെ സെലക്റ്റീവായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വമനത്തിന് അങ്ങനെ പ്രത്യേക രീതികളൊന്നുമില്ല. കാരണം ഛർദ്ദിപ്പിക്കുമ്പോൾ അങ്ങനെ ചെറിയ വേരിയേഷൻസ് ഒന്നും നമുക്ക് സാധ്യതകൾ കുറവാണ്. വമനത്തിനായിക്കോട്ടെ വിരേചനത്തിനായിക്കോട്ടെ ശരീരത്തിന് തയ്യാറാക്കുന്നത് പൊതു സമ്പ്രദായം തന്നെയാണ്. പക്ഷേ വിരേചനത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ, വമനത്തിന് കഫമാണ് പ്രധാനമെങ്കിൽ വിരേചനത്തിന് പിത്തമാണ് പ്രധാനം. അതായത് പിത്ത പ്രധാനമായിട്ടുള്ള രോഗം, പിത്തത്തിനോടനുബന്ധമായിട്ട് വാദം നിൽക്കുകയാണെങ്കിൽ പിത്ത വാദ അവസ്ഥയിൽ വിരേചനമാണ് ഏറ്റവും ഉത്തമം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഗ്യാസ്ട്രിക് അൾസർ ഉണ്ട്, അല്ലെങ്കിൽ ഡിയോഡനൽ അൾസർ ഉണ്ട്, അമ്ലപിത്തത്തിൻ്റെ ശല്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഇങ്ങനെയുള്ള വയറിൻ്റെ പല സന്ദർഭങ്ങളിലും നമുക്ക് വിരേചനം ഉപയോഗിക്കാം. പല ആൾക്കാരും സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ട്, വയറിന് ശോധന ശരിയാവുന്നില്ല. വിരേചനം വളരെ ഉത്തമമായിട്ടുള്ള ചികിത്സയാണ്. പലതരത്തിലുള്ള രക്തദൂഷ്യങ്ങളിൽ, ഭൂരിപക്ഷം രക്തദോഷ്യങ്ങളിലും വിരേചനം ഒരു പ്രധാന ചികിത്സയാണ്. സുഖചികിത്സ എന്ന സങ്കല്പം ആയുർവേദത്തിൽ പുതിയതാണെന്ന് പറയാം. അതിനുമപ്പുറം അസുഖങ്ങൾ വരാതെ നോക്കാനുള്ള മുൻകരുതലുകളാണ് ആയുർവേദത്തിൽ പ്രധാനമായും പറയുന്നത്. വിരേചനം വയറിളക്കലാണ്. മരുന്ന് കൊടുത്ത് കോഷ്ഠത്തിലടിഞ്ഞിരിക്കുന്ന ദോഷങ്ങളെ പുറത്തേക്ക് കളയുക. കോഷ്ഠത്തിൽ അടിഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ ഏതും ആവാം, വാതികാവാം, പൈത്തികാവാം, അല്ലെങ്കിൽ അപചമാവാം, അല്ലെങ്കിൽ ദഹനത്തിൻ്റെ ബാലൻസ് ഉള്ളതാവാം, ദഹിക്കാതെ കിടക്കുന്നതാവാം. ഇതിനെ വിരേചനം ചെയ്ത് കോഷ്ഠശുദ്ധി വരുത്തിയിട്ട് ചികിത്സിക്കാൻ പാടുള്ളൂ. ഏതും ശമനത്തിന് ചികിത്സ കൊടുക്കണമെങ്കിൽ ശോധനം ചെയ്യണം. ശോധനം ചെയ്താൽ ശമന ചികിത്സയ്ക്ക് ശക്തി കിട്ടുള്ളൂ. അപ്പോൾ വിരേചനമായിട്ട് വയറിളക്കുന്ന സമ്പ്രദായമാണ് വിരേചനം. ഇതിലും ദോഷവശങ്ങൾ ധാരാളമുണ്ട്. വിരേചനം അധികമായാൽ ഒരു ഭാഗത്ത് തളർച്ച വരാൻ സാധ്യതയുണ്ട്. തളർച്ച അരക്കിന് കീഴ്പ്പെട്ട് തളർച്ച വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൃദ്രോഗം വരാനും സാധ്യതയുണ്ട് വിരേചനം അധികമായാൽ. അപകടമാണെന്ന് വിചാരിച്ച് അപകടത്തിനെ വേണ്ടി ചികിത്സിക്കണം എന്നല്ല പറയുന്നത്. ചെയ്യുമ്പോൾ പഞ്ചകർമ്മം ഏത് ചെയ്യുകയാണെങ്കിലും അതിലത്രയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് പഞ്ചകർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം അതുപോലെ തന്നെയാണ്. പക്ഷേ ചെയ്യുന്നവനത് അറിയില്ലെങ്കിൽ, പ്രതിവിധി അറിയില്ലെങ്കിൽ ചിലപ്പോൾ ആളടിച്ചു പോകും. അതിനുള്ള അവസരം ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പഞ്ചകർമ്മം നല്ല ചികിത്സയാണ്. ഓരോന്നും അപകടകാരിയാണ്, അതേപോലെ തന്നെ അത്യുജ്വലമാണ്. അറിയുന്നവൻ വേണം ചികിത്സിക്കാൻ. മരുന്നുകൾ ചേർത്തു കാച്ചിയ നെയ്യ്, തൈലം തുടങ്ങിയവയും കഷായങ്ങളും ഒരു പ്രത്യേക ഉപകരണം വഴി മലദ്വാരത്തിലൂടെ കടത്തിവിട്ട് അരയ്ക്കു കീഴെയുള്ള ഭാഗം ശുദ്ധീകരിക്കുന്നു എന്നതാണ് പഞ്ചകർമ്മത്തിലെ വസ്തി എന്ന ക്രിയ. വമനം കൊണ്ടും വിരേചനം കൊണ്ടും ശുദ്ധിയാകാത്ത കോഷ്ഠത്തിനെ നമ്മൾ തൈലവസ്തി കൊടുത്ത് വാദത്തിന് ആൻലോമ്യം വരുത്തി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് തൈലവസ്തി. ഇതിന് തൈലം ഏത് വേണമെച്ചാൽ അപ്പോഴത്തെ സന്ദർഭത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. തൈലവസ്തി സാധാരണ നിലയ്ക്ക് 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് പോകണമെന്നേ ഉള്ളൂ.
പോയിട്ടില്ലെങ്കിൽ അത് ഉള്ളിൽ നിർത്തേണ്ടതല്ല, പുറത്തേക്ക് കളയാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യണം. പക്ഷേ മറ്റ് പല സാധനങ്ങളെ അപേക്ഷിച്ച് അത്ര അപകടകാരിയല്ല. എന്നാലും പേടിക്കേണ്ട ഒരു വിഷയമാണ് തൈലവസ്തി. ഇതും കോഷ്ടശുദ്ധീകരണമാണ്. വാദത്തിന് ആനുലോപ്യത്തോട് കൂട്ടി പക്ഷാഘാതം പിടിച്ചവർക്ക്, അതുപോലെ മറ്റേ സെറിബ്രൽ ഹെമറേജ് വന്ന ഒരു ഭാഗം തളർന്നവർക്ക്, തീരെ മലശോധന ഇല്ലാത്തവർക്ക്, ഇവർക്കാണ് തൈലവസ്തി ആദ്യം കൊടുക്കേണ്ടത്. ഏതും ആനുലോമ്യമായിട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് തൈലവസ്തി. മറ്റു പഞ്ചകർമ്മങ്ങൾക്കെന്നതുപോലെ വസ്തി ചെയ്യുന്നതിന് മുൻപ് അഭ്യംഗം, പിഴിച്ചിൽ, കിഴി തുടങ്ങിയ യുക്തമായ പൂർവ്വകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വമനത്തിനും വിരേചനത്തിനും കുറേ പരിമിതികളുണ്ട്. അപ്പോൾ വമനത്തിന് എന്താ വെച്ചാൽ ചില പ്രത്യേക മരുന്നുകൾ കൊടുത്ത് ചില പ്രത്യേക അവസ്ഥയിൽ നമുക്ക് കുറച്ച് ക്ലേശത്തോടു കൂടി ചെയ്യുന്ന ഒരു ചികിത്സയാണ്. അതേസമയം വിരേചനത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്താ വെച്ചാൽ കുറച്ചും കൂടി അത്ര തന്നെ ക്ലേശമില്ല, പല വൈവിധ്യ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് വയറിളക്കുന്നത്, മുറിഞ്ഞ രീതിയിൽ വയറിളക്കുന്നത്, അതായത് മലത്തിനെ, കട്ടിയായിട്ടുള്ള മലത്തിനെ മുറിച്ച് കളയുന്ന രീതിയിലൊക്കെ വൈവിധ്യങ്ങളുണ്ട്. വസ്തിയിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ സാധ്യതകൾ വളരെയധികം കൂടുകയാണ്. അതായത് വമനവിരേചനത്തിൽ ശരീരം ശുദ്ധീകരിക്കുന്ന പോലെ തന്നെ വസ്തിയെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ പോലും മലദ്വാരത്തിൽ കൂടെ കൊടുക്കുന്ന ഔഷധങ്ങളുടെ ചികിത്സാ സാധ്യത കൂടുന്നു. അതായത് ഒരാൾക്ക് ശോധനയ്ക്കത്തിന് പകരം ശരീരം ഒന്ന് തടിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലും വസ്തി ചെയ്യാം, ഭ്രമണവസ്തി. അല്ലെങ്കിൽ ഒരാൾക്ക് സന്താനങ്ങളില്ല, ബീജത്തിൻ്റെ കൗണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ വാജീകരണ വസ്തികൾ. അപ്പോൾ വസ്തി എന്ന് പറയുമ്പോഴേക്കും കുറേയും കൂടിയും അതിന് ചികിത്സയുടെ വെറും ഒരു പഞ്ചകർമ്മത്തിലെ ശോധന ചികിത്സ എന്നുള്ളതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഒരു ഉയർന്ന തലത്തിലേക്ക് വസ്തിക്ക് എത്തിപ്പെടാൻ പറ്റും. താരതമ്യേന വമനവിരേചനത്തിനേക്കാൾ താരതമ്യേന വസ്തി വളരെ സുഖകരമാണ്, അത്ര വേദന ഉള്ളതല്ല. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് മലപ്രവൃത്തി എന്നുള്ളത് നമുക്ക് നിത്യേന അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വമനം ചെയ്യുക, ഛർദ്ദിക്കുക എന്നുള്ളത് നിത്യം നമ്മൾ അനുഭവിക്കുന്ന കാര്യമല്ല. വയറിളക്കുക എന്നുള്ളത് 5-6 തവണ വയറിളക്കുക എന്നുള്ളത് നമുക്ക് നിത്യ അനുഭവമുള്ളതല്ല. പക്ഷേ വസ്തിയിൽ അങ്ങനെയല്ല, നമ്മൾ മരുന്ന് കൊടുത്തു, അത് കുറച്ച് നേരം അതിൻ്റെ അകത്ത് നിന്നു, ചില മാലിന്യങ്ങൾ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്നു, 1-2 തവണ പോകും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന മലപ്രവൃത്തിയേക്കാളും സ്വല്പം ചെറിയൊരു വ്യതിയാനേ അനുഭവിക്കുന്ന രോഗിക്ക് തോന്നുള്ളൂ. പക്ഷേ അചിന്തിയാണ് അതിൻ്റെ ഫലം എന്നുള്ളത് വേറൊരു കാര്യം. അതാണ് അതിൻ്റെ പ്രത്യേകത.